സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം. 3 അംഗ സമിതിയെ നിയോഗിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർബേസിൽ സ്കൂളുകളോട് വിശദീകരണം തേടും. മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്ന രീതി പുനഃപരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കാനും തീരുമാനം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം സംഘർഷാവസ്ഥയിലെത്തിയ സാഹചര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് 3 അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MA മീനാംബിക, ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ BT, SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK എന്നിവരാണ് സമിതി അംഗങ്ങൾ. 2 ആഴ്ചയ്ക്കകം സമിതിയെ റിപ്പോർട്ട് സമർപ്പിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം ബാർബേസിൽ എന്നീ സ്കൂളുകളോട് വിശദീകരണം തേടാനും യോഗത്തിൽ തീരുമാനമായി. സ്പോർട്സ് സ്കൂളുകളും ജനറൽ സ്കൂളുകളും ഒരുമിച്ച് മത്സരിക്കുന്ന കായികമേളയിൽ മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുയർന്നത്. മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്ന രീതി സംബന്ധിച്ച് പഠനം നടത്തി പുതിയ പ്രപ്പോസൽ തയ്യാറാക്കാൻ കായിക വിദഗ്ധർ അടങ്ങുന്ന സമിതിയെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ മാനുവൽ പരിഷ്കരണമടക്കം നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.